കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നും അല്ല, തമ്പ്നെയിൽ പോലെ തന്നെ ഒരു ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ മണ്ണാറശാല വഴി ഓച്ചിറയിലേക്കാണ്. അപ്പോൾ എന്താ പറയുക, കേരളത്തിൽ തന്നെ നമ്പർ 1 നാഗദൈവങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയാണല്ലോ മണ്ണാറശാല. അപ്പോൾ നമ്മൾ മണ്ണാറശാലയിൽ പോയി തൊഴുതിട്ട് അതുവഴി നമ്മൾ ഓച്ചിറയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ കുട്ടികളെയൊക്കെ കാലത്ത് റെഡിയാക്കി ഒരു വലിയ ടാസ്ക് തന്നെയല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ഇടവഴിയിലൂടെ അങ്ങനെ പോകുകയാണ് കേട്ടോ. ഇതെൻ്റെ കാണുന്നത് അമ്മായിയമ്മ, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നത് എൻ്റെ അമ്മായിയച്ഛനാണ്. അപ്പം എൻ്റെ മക്കൾ രണ്ടും, മൂത്താൾ ദേവശ്രയ, ഇളയാൾ ദേവധ്വനി. അപ്പം നമ്മൾ പോകുന്നത് കാറിനകത്താണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ചേട്ടൻ കാറുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കാറിൽ കയറിയിട്ട് നേരെ പോകുന്നത് നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. നാത്തൂൻ്റെ വീട്ടിൽ ചെന്ന് കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം മണ്ണാറശാലയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിടുന്നും ഒക്കെ കുറച്ച് വീഡിയോസ് മാത്രമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ സൂര്യന് ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ സൂര്യനെ വിടാറില്ല, സൂര്യനെ എടുത്തു വെച്ചു. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേനും നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേ ആയിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തോട്ടപ്പള്ളി സ്പിൽവേ കണ്ടു. അപ്പോൾ അത് നമ്മൾ വിടാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കാഴ്ചകളുണ്ടായിരുന്നു. എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കൈസ്. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ചെടുത്തു. അങ്ങനെ നമ്മൾ മണ്ണാറശാല എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ കുളത്തിൽ കൈയും കാലൊക്കെ കഴുകി. അപ്പം ഞാനും പിള്ളേരും വെള്ളത്തിലോട്ട് ഇറങ്ങിയത്, വേറെ ആരും ഇറങ്ങിയില്ല. അപ്പം ബാക്കി എല്ലാവരെയും നമ്മളങ്ങോട്ട് തളിച്ചു കൊടുത്തു. ചേട്ടൻ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ എടുക്കണ്ട, തൊഴുന്ന വീഡിയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എടുക്കാനൊന്നും പാടില്ല എന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അകത്ത് ചെന്ന് തൊഴാൻ കയറി. അപ്പം തൊഴുതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ മൊത്തം വീഡിയോ എടുക്കാനാണ് തോന്നിയത് കേട്ടോ. പക്ഷെ അത് സമ്മതിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ ആ ദേവി അമ്മയുടെ നടയിലോട്ട് അങ്ങോട്ട് പോകുമായിരുന്നേ. പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ധാരാളം കാഴ്ചകളല്ലേ അവിടെ മൊത്തം അല്ലേ. പക്ഷേ ഇതുവരെ ഞാൻ അവിടെ പോയിട്ട് ഒരു സർപ്പത്തെ പോലും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ നാത്തൂൻ്റെ മോൻ ഒരു സംഭവം വിളിച്ച് കാണിച്ചു. നമ്മുടെ തേരട്ടയില്ലേ, തേരട്ടയുടെ വലിയത് ഞാനത് ആദ്യമായിട്ട് കാണും കേട്ടോ. അപ്പോൾ എൻ്റെ കാല് വെച്ച് നോക്കിയെന്ന് വെച്ചാൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി എൻ്റെ കാലിന് അത്രയും വലിപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ആ കുളത്തിൻ്റെ അടുത്ത് പോയി നിന്നു. അപ്പോൾ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആമകൾ അവിടെ ഉണ്ടെന്നൊക്കെ. പക്ഷേ അതിന് സമയമില്ലായിരുന്നു. നമുക്ക് ഓച്ചിറയിലോട്ട് പോകേണ്ടത് കൊണ്ട് അവിടെ നിന്നൊക്കെ പെട്ടെന്ന് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മളിങ്ങോട്ട് തിരിച്ച് വന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഉണ്ണിയപ്പവും പായസവും ഒക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പം ഉണ്ണിയപ്പത്തിന് വേണ്ടി മക്കൾ ഇടിവെക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിയപ്പം എന്താന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകുവാണേ. അപ്പോൾ രാവിലെ ആണെങ്കിലും അവിടുത്തെ കളിപ്പാട്ട കടകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് മക്കൾ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കളിപ്പാട്ടമൊക്കെ നമ്മൾ ഓച്ചിറയിൽ പോയിട്ട് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ സമാധാനിപ്പിച്ചു. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് നമ്മൾ ചെന്നിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ കയറി. അപ്പം ചേട്ടൻ ഉണ്ണിയപ്പമാണ് ചോദിക്കുന്നത്. ദേവമോൾ നേരത്തെ തന്നെ ഉണ്ണിയപ്പം കണ്ടപ്പോൾ തന്നെ മേടിച്ചു. അപ്പം ഞങ്ങൾ ഉണ്ണിയപ്പം കഴിക്കുവാണ് എല്ലാവരും. അപ്പോൾ എനിക്കും തന്നു കേട്ടോ ഒരു ഉണ്ണിയപ്പം. അപ്പം ഞാനും കഴിച്ചു. നമ്മൾ ഓച്ചിറയിൽ എത്തിയപ്പോൾ വരുന്ന വഴിക്കുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞിനൊരു നേർച്ചയുണ്ടായിരുന്നു. ഒറ്റവരമ്പയിൽ വിൽപ്പനയെന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ആ വരമ്പത്ത് വെച്ച് വിൽക്കുമ്പോൾ ഒരാൾ വന്ന് മേടിക്കുക എന്നതായിരുന്നു ആ വഴിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ കാണുന്ന ചേച്ചിയില്ലേ കുഞ്ഞിനെ മേടിച്ച, അപ്പോൾ ആ ചേച്ചി നേർന്നതായിരുന്നു. അപ്പോൾ എനിക്ക് കുട്ടികളുണ്ടാവാതിരുന്നപ്പോഴത്തേനും 1 വർഷം കഴിഞ്ഞാൽ എനിക്ക് ദൈവങ്ങളുണ്ടായേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേർച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നടത്താനായിട്ട് നമ്മൾ ഓച്ചിറയിലേക്ക് വന്നതാണ്. അപ്പം ഇതാ കാണുന്നതാണ് കേട്ടോ, നമ്മുടെ അടുത്തുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തോരം കാഴ്ചകളല്ലേ ഓച്ചിറയിൽ. സത്യം പറഞ്ഞാൽ കാലില്ലാത്തവർ, കൈയില്ലാത്തവർ, നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ദൈവം തന്ന അനുഗ്രഹങ്ങളല്ലേ. നമുക്ക് കൈയുണ്ട് കാലുണ്ട് എല്ലാം അല്ലേ. പിന്നെ ഓച്ചിറയിലെ പ്രധാനമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ചാണല്ലോ കാളയെ കുറേ നേരം നോക്കി നിന്നു. പിന്നെ കമ്മലുകളാണെങ്കിൽ ഇഷ്ടം പോലെ അല്ലേ, എത്ര കണ്ടാലും മതി വരാത്ത. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് കമ്മൽ മേടിക്കണമെന്നായിരുന്നു. പക്ഷേ കമ്മൽ മാത്രം മേടിച്ചില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കഞ്ഞി കുടിക്കാനായിട്ട് പോകുവാണ് കേട്ടോ. അപ്പം ഓച്ചിറയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഞ്ഞി തന്നെയാണല്ലോ. അപ്പം ഇതിപ്പോൾ ഓച്ചിറ മഹോത്സവമല്ലേ, വൃശ്ചിക മഹോത്സവമാണല്ലോ നടക്കുന്നത്. അപ്പം അല്ലെങ്കിൽ പോലും ഓച്ചിറയിൽ വരുന്നവർ കഞ്ഞി കുടിച്ചിട്ടാണ് പോകുന്നത്. അതൊരു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവിടെ. അപ്പം നമ്മുടെ ആ കുടിലിൽ ആ ചേച്ചി നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് കഞ്ഞി
കഞ്ഞി കുടിക്കാനുണ്ടായിരുന്നു കേട്ടോ. കഞ്ഞിയും കപ്പക്കോഴയും അച്ചാറും പാവക്ക തോരനുമായിരുന്നു കേട്ടോ. തൃപ്തി ഒരു ഇച്ചിരി കുടിച്ചുള്ളെങ്കിലും തൃപ്തിയായി കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു അയ്യപ്പൻ അമ്പലത്തിലും കയറിയിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ഒരു യക്ഷിയമ്മയുടെ അമ്പലത്തിലും കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വരുന്ന വഴിക്ക് ആ കമ്മലുകൾ കണ്ടപ്പോഴത്തേനും എനിക്ക് സങ്കടം വന്നു, ഞാൻ കമ്മൽ വാങ്ങിച്ചില്ല. അങ്ങനെ നമ്മൾ മേടിക്കാനായിട്ട് കയറിയത് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് പറഞ്ഞ് നോക്കി. ഫ്രൂട്ട്സ് അപ്പോൾ ഓറഞ്ച് എനിക്ക് ആപ്പിളിനേക്കാളും വലിയ ഇഷ്ടം ഓറഞ്ചാണ് കേട്ടോ. അപ്പോൾ എനിക്കും പിള്ളേർക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഓറഞ്ച് നോക്കി, ഓറഞ്ച് മേടിച്ചു. അപ്പോഴാണ് കണ്ടത് ഓറഞ്ച് നല്ല ലാഭത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് വിശന്നപ്പോഴത്തേനും നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം 12 മണിയായിട്ടുള്ളായിരുന്നു. അപ്പോൾ അവിടെ സംഭവം റെഡിയായി വരുന്നുള്ളൂ, ബിരിയാണി റെഡിയായി വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ബിരിയാണിയൊക്കെ മേടിച്ചു, വണ്ടിയിൽ കയറിയിരുന്നു. നമ്മൾ മേടിച്ച ഡോളറിൻ്റെ മിഠായി ഇല്ലേ, അതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കഴിച്ചു. ഞാനും പിള്ളേരും കൂടി കഴിച്ചു. ശരിക്കും അങ്ങ് കുഴഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ. ഓക്കെ, സീ യു.